മറ്റു വാർത്തയിലെ ലോക്സഭയിൽ എംപിമാരുടെ സത്യപ്രതിജ്ഞ അത് പുരോഗമിക്കുകയാണ്. ഇന്നും അത് തുടരും. 262 എംപിമാരാണ് ഇന്നലെ ചുമതലയേറ്റത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള എംപിമാർ ഇന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. രാകേഷ് ആയിരുന്നു. രാകേഷ്, ഇന്ന് സത്യപ്രതിജ്ഞ തുടരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഏതൊക്കെ പ്രമുഖരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ളത്? എൽദോ, പാർലമെന്റ് സമ്മേളനത്തിന്റെ രണ്ടാം ദിനമാണ് ഇന്നലെ 262 പേര് മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് അക്ഷരക്രമത്തിലാണ് സത്യപ്രതിജ്ഞ നടക്കുകയും ചെയ്തത്. ഇന്ന് ഏതായാലും മറ്റ് എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ മുഴുവൻ സത്യപ്രതിജ്ഞ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അംഗങ്ങൾ മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സ്വാഭാവികമായും ഒഡീഷ, ഒപ്പം തന്നെ ഉത്തർപ്രദേശ്, തെലങ്കാന, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഇന്നാണ്. കാരണം 2 മണ്ഡലങ്ങളിൽ നിന്ന് അദ്ദേഹം വിജയിച്ചിരുന്നു. കേരളത്തിൽ നിന്നായിരുന്നെങ്കിൽ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടിയിരുന്നതാണ്. പക്ഷേ കേരളത്തിലെ അംഗത്വം രാജിവെച്ചു, റായ്ബറേലി നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഇന്നാണ്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ സത്യപ്രതിജ്ഞ ഇന്നാണ്. ഒപ്പം പശ്ചിമ ബംഗാളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ സത്യപ്രതിജ്ഞയും ഇന്നാണ്. അങ്ങനെ മറ്റ് അംഗങ്ങൾ കൂടി ഇന്ന് ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇന്ന് വൈകിട്ട് വരെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും. അത്തരം ലോക്സഭയുടെ ഷെഡ്യൂൾ പ്രകാരം വൈകിട്ട് 6 മണി വരെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായി സ്പീക്കർ സ്ഥാനാർത്ഥി ആരെന്ന് അറിയാനും സാധിക്കും. അതായത് 12 മണിക്ക് മുമ്പാണ് ഇതിനായുള്ള അപേക്ഷ പത്രിക നൽകേണ്ടത്. ഏതായാലും BJPയിൽ നിന്ന് ഓം ബിർള, കഴിഞ്ഞ 17ാം ലോക്സഭയുടെ സ്പീക്കറായ ഓം ബിർള തന്നെ, BJP നേതാവായ രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള അംഗമായ ഓം ബിർള തന്നെ വന്നേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം BJPയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. BJP വ്യക്തമാക്കുന്നത് NDA കക്ഷികളുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നു എന്നാണ്. നേരത്തെ TDP അടക്കം സ്പീക്കർ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിലും സ്പീക്കർ സംബന്ധിച്ച കാര്യത്തിൽ TDP ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇപ്പോൾ തയ്യാറായിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും TDP നേതാക്കളും പ്രതികരിച്ചിരിക്കുന്ന ഒരു അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ 10 മണിയോട് കൂടിയെങ്കിലും ആരായിരിക്കും സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന് അറിയാൻ സാധിക്കുകയും ചെയ്യും. ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. കാരണം കീഴ്വഴക്കമനുസരിച്ച് പ്രതിപക്ഷത്തിന് നൽകി വരുന്നൊരു പദവിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി. പക്ഷേ കഴിഞ്ഞ ലോക്സഭയുടെ കാലത്ത് ആ പദവി പൂർണ്ണമായും ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ 17ാം ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല. ഏതായാലും അതിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് DMKക്ക് ഒരുപക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയേക്കും എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നു. പക്ഷേ DMK നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ സഖ്യവുമായി കൂടിയാലോചിക്കാതെ ഒരു അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കില്ല എന്ന പ്രതികരണം ഏതായാലും DMK നേതാക്കളുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഏതായാലും ആരായിരിക്കും ലോക്സഭാ സ്പീക്കർ എന്ന കാര്യത്തിൽ 10 മണിയോടുകൂടി അറിയാൻ സാധിക്കും. എൽദോ, രാകേഷ്, ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തർക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യതയുണ്ടോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? അല്ലെങ്കിൽ ആ പദവി പ്രതിപക്ഷത്തിന് നൽകുക എന്നുള്ള നിലപാടിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും കഴിഞ്ഞ തവണത്തെ പോലെ അല്ലല്ലോ, പ്രതിപക്ഷം ഇത്തവണ കരുത്തുറ്റ പ്രതിപക്ഷമാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കീഴ്വഴക്കമനുസരിച്ച് പ്രതിപക്ഷ കക്ഷികൾക്ക് നൽകേണ്ടതാണ്. 2014 വരെ പോലും അത്തരത്തിൽ NDAയുടെ ഭാഗമല്ലാത്ത കക്ഷികൾക്ക് ലഭിച്ചിട്ടുമുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവി. കാരണം 2014 സഭയിൽ കോൺഗ്രസ് കഴിഞ്ഞാലുള്ള BJPയും കോൺഗ്രസും കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയ കക്ഷി ADMK ആയിരുന്നു. 37 സീറ്റ് ഉണ്ടായിരുന്നു. ADMKയിൽ നിന്ന് തമ്പിദുരയായിരുന്നു അന്ന് ഡെപ്യൂട്ടി സ്പീക്കർ. കോൺഗ്രസിനല്ല നൽകിയിരുന്നത്. അപ്പോഴും ADMK NDAയുടെ ഭാഗമായിരുന്നില്ല. ഇപ്പോഴും ഏതായാലും അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് DMK. അപ്പോൾ കോൺഗ്രസ് നൽകാതെ DMKക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാനുള്ള നീക്കങ്ങൾ ഏതായാലും സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇക്കാര്യത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ DMK ഇക്കാര്യത്തിൽ എന്ത് ചെയ്യും? ഏതായാലും കോൺഗ്രസുമായി ചർച്ച നടത്താതെ DMK അതിലൊരു തീരുമാനമെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാൻ തയ്യാറായില്ലെങ്കിൽ സമവായത്തിനല്ല സർക്കാർ ഉള്ളത്. കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ മുന്നോട്ട് പോകാനുള്ള നീക്കം തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നടക്കുക. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെയല്ല സാഹചര്യം. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. NDA എന്ന ബ്ലോക്കായി തന്നെയാണ് ഭൂരിപക്ഷം തേക്കുന്നത്. അപ്പോൾ അത്തരമൊരു കടുത്ത നിലപാടിലേക്ക് സർക്കാർ പോകുമോ എന്നാണ് അറിയേണ്ട വിഷയം. ഏതായാലും ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കർ സംബന്ധിച്ച തീരുമാനത്തിലേക്കും ഔദ്യോഗികമായി എത്തുകയും ചെയ്യും. ഏതായാലും ഇന്നോ നാളെയായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.
ഒപ്പം രാകേഷ് ഒരു കാര്യം കൂടി, ഇന്നലെ സത്യപ്രതിജ്ഞ നടക്കുന്ന വേളയിൽ പോലും ഇപ്പോൾ ഷാഫി അതിന്റെ ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മാത്രമല്ല ഭരണഘടന ഒരു പൊതു ചർച്ചയായിരുന്നു ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും. ആദ്യ ദിവസത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധ സ്വരം ഉയർത്താനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ, പ്രത്യേകിച്ചും നീറ്റിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ? എൽദോ, ഇന്നും സമാനമായ രീതിയിലുള്ള രംഗങ്ങൾക്ക് സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് ഒരു ഊർജ്ജം ലഭിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 2024 ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അത്തരമൊരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് ഭരണഘടന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. 400-ലധികം സീറ്റ് നേടിക്കഴിഞ്ഞാൽ ഭരണഘടന തിരുത്തുമെന്ന പ്രചാരണം പ്രതിപക്ഷം നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നലെ അത്തരത്തിലൊരു മാർച്ച്, ഭരണഘടനയും കയ്യിലേന്തിയ ഒരു മാർച്ചാണ് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം നടത്തിയത്. തുടർന്ന് അംഗങ്ങൾ എൽദോ സൂചിപ്പിച്ച പോലെ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾ ഭരണഘടന കയ്യിലേന്തി. ഷാഫി പറമ്പിൽ മാത്രമല്ല, KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ഭരണഘടന കയ്യിൽ ഏന്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ സമാനമായ രീതിയിലുള്ള രംഗങ്ങൾക്ക് ഇന്നും സഭ ഒരുപക്ഷെ സാക്ഷിയായേക്കും. ഇന്നലെ ഏതായാലും പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഭരണഘടനയുടെ കോപ്പി ഉയർത്തിക്കാട്ടിയിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്തായിരിക്കും BJP അംഗങ്ങളുടെ പ്രതികരണം എന്ത് ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലത്തൊക്കെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ചില നേതാക്കളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജയ് ശ്രീറാം മുഴക്കിയിരുന്നു BJP അംഗങ്ങൾ. അപ്പോൾ ഇത്തവണ അത്തരമൊരു നീക്കം BJP അംഗങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉണ്ടാകുമോ എന്ന് അറിയേണ്ട വിഷയമാണ്. കാരണം ഇന്ന് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അഖിലേഷ് യാദവ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു, കനിമൊഴി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അപ്പോൾ എന്തായിരിക്കും സർക്കാരിന്റെ നീക്കം എന്നുള്ളത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭയിൽ ഇന്നും സത്യപ്രതിജ്ഞ തുടരും. ഇന്നും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ ഒക്കെ ശ്രദ്ധേയമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനിയുള്ള ലോക്സഭാ സമ്മേളനങ്ങൾ എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ അത്രമാത്രം എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണപക്ഷത്തെ സംബന്ധിച്ച്.